പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. യാദൃച്ഛികമായി ഇന്നലെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനിടയായി. വിശ്വാസ വഴിയിൽ ചരിക്കുന്ന, യേശുവിൽ ജീവിതം ഉറപ്പിച്ച ഒരാൾ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രസന്നഭാവമില്ല. നൈരാശ്യത്തിന്റെ രേഖകൾ ആ മുഖത്ത് തെളിഞ്ഞു കാണാം. അദ്ദേഹം വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. വിശ്വാസം കൊണ്ടൊന്നും കാര്യമില്ല, ജീവിതം എങ്ങനെയെങ്കിലും ഒരു കരക്കടിപ്പിക്കാൻ സ്വന്തം ശ്രമങ്ങൾ തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹം പറയണം. നിരവധി ആളുകളെ അത്തരത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ദൈവം കൂടെയില്ലെന്ന് ബോധ്യപ്പെടുന്നവർ, തങ്ങളെ രക്ഷിക്കുന്ന കരം അകന്നുപോയി എന്ന് കരുതുന്നവർ, ദൈവിക സാന്നിധ്യ അവബോധം നഷ്ടപ്പെട്ടു പോകുന്നവർ. ഏത് നിമിഷത്തിലും വിശ്വാസി നേരിടാവുന്ന ഒരു പരീക്ഷണ ഘട്ടമാണത്. കഠിനമായ പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതം ദുരിതത്തിലാഴുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകമാർഗത്തിലേക്ക് തിരിയാനായി മനുഷ്യഹൃദയം വെമ്പൽ കൊള്ളും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ, ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയാതെ പോകുന്നുവോ, വിശ്വാസം നിഷ്ഫലമായി തോന്നും. മാനുഷിക യുക്തി നമ്മെ ലോകത്തേക്ക് തിരിയാനായിട്ട് പ്രേരിപ്പിക്കും. കർത്താവിനെ കണ്ടുമുട്ടുക എന്നതിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് സുരക്ഷിതരാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. വിശുദ്ധ പത്രോസ് യേശുവിന്റെ ഉദ്ധാനശേഷം തന്റെ പഴയ പണിക്ക് പോകുന്നതാണ് സുവിശേഷം പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ പത്രോസ് മീൻ പിടിക്കാൻ പോവാണ്. കൂടെയുള്ള സ്നേഹിതരോട് വിശുദ്ധ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകും. ജീവിതത്തിൽ കണ്ടുമുട്ടിയ രക്ഷാകേന്ദ്രം നഷ്ടപ്പെട്ടു പോയ ഒരാൾ പഴയ പണിക്ക് പോവാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങളിലാണ് വിശുദ്ധ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുന്നതായി പറയും. എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്? കടൽക്കരയിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പത്രോസിന്റെ പടവിൽ കയറി നിന്ന് സംസാരിക്കുന്ന യേശു, മഹത്വചനങ്ങൾ പറയുന്ന യേശുവിനെ വിശുദ്ധ പത്രോസിന് ബോധിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിതരായവർ മത്സ്യബന്ധനം അവസാനിപ്പിച്ച് തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സംഭാഷണമൊക്കെ കഴിയുമ്പോൾ യേശു പത്രോസിനോട് പറയുന്നുണ്ട്, വള്ളത്തിന്റെ വലതു ഭാഗത്ത് വലയിറക്കുക. പത്രോസ് മുക്കുവനാണ്, കടലിനെ അറിയുന്നവനാണ്. രാത്രിയാണ് മത്സ്യം ഉണ്ടാകുക എന്ന് പത്രോസിനറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, മത്സ്യം കിട്ടേണ്ട നേരത്ത് കിട്ടിയില്ല. ഒടുവിൽ പകൽ വള്ളത്തിന്റെ വലതു ഭാഗത്ത് വലയിറക്കാനായിട്ട് ഒരാൾ പറയുന്നു. പക്ഷെ പറയുന്നയാൾ നിസ്സാരക്കാരനല്ല. ഇത്ര നേരം സംസാരിച്ചതൊക്കെ മഹത്വചനങ്ങളാണ്, ദൈവികമായ സംസാരമാണ്, ഒരു ഗുരുവിന്റെ ഭാവം അവനുണ്ട്. അതുകൊണ്ട് പറയാണ്, പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കുന്നു. മത്സ്യത്തിന്റെ ആധിക്യം കണ്ട് അവർ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. പിന്നെ യേശുവിനെ അനുഗമിക്കുന്നു. തങ്ങൾക്ക് കിട്ടിയത് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിശുദ്ധ പത്രോസ് ബലം പ്രാപിക്കുന്നത് ക്രിസ്തുവിൽ സാധ്യമായ ഒരടയാളം കൊണ്ടാണ്. അങ്ങനെ ജീവിതത്തിന്റെ പരമകേന്ദ്രമായി ക്രിസ്തുവിനെ കണ്ടുകൊണ്ടെല്ലാം ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ ഇറങ്ങി വന്ന് ഒടുവിൽ അവനെ കുരിശിൽ നഷ്ടപ്പെട്ടു പോയി എന്ന ദുഃഖത്തിലായിരിക്കുമ്പോൾ 2 തവണ ഉയർത്തെഴുന്നേറ്റവൻ കൂടെ വന്ന് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. ആ സാന്നിധ്യം വെളിപ്പെടുത്തിയ ശേഷവും വിശുദ്ധ പത്രോസ് മീൻ പിടിക്കാൻ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. യഹൂദർ യേശുവിനെ കൊന്നു, ഇനി ശിഷ്യരെയും വെറുതെ വിടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് പഴയ മീൻപിടുത്തത്തിലേക്ക് തിരികെ പോകാമെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നു. മത്സ്യം പിടിച്ചിരുന്നവരോട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ ഒരുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ പഴയ മത്സ്യം പിടുത്തത്തിലേക്ക് തന്നെ തിരികെ പോകാൻ വിശുദ്ധ പത്രോസ് തീരുമാനിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. കൂടെയുള്ള സഹോദരങ്ങൾ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ അവർ മത്സ്യം പിടിക്കാനായിട്ട്. അങ്ങനെ മത്സ്യം പിടിക്കാൻ പോകുന്ന വിശുദ്ധ പത്രോസും കൂട്ടരും രാത്രികാലം മുഴുവൻ അധ്വാനിക്കുന്നു. അപ്പോഴും അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ മത്സ്യമൊന്നും കിട്ടാതെ രാത്രി അധ്വാനം പാഴായിപ്പോയതിന് വിഷമത്തിലിരിക്കുന്ന ശിഷ്യരോടാണ്
യേശു കടൽക്കരയിൽ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. യോഹന്നാൻ സുവിശേഷം 21:6 യേശു വീണ്ടും പറയുന്നുണ്ട്, വള്ളത്തിന്റെ വലതുഭാഗത്ത് വലയിറക്കുക. വീണ്ടും വലയിറക്കുന്നു, മത്സ്യം കിട്ടുന്നു. ആദ്യാനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ മത്സ്യബന്ധനം എന്ന പഴയ മാർഗത്തിലൂടെ പോകുമ്പോൾ വീണ്ടും കൂടെ വരുന്ന കർത്താവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശുവിനെ അവർ വീണ്ടും തിരിച്ചറിയുന്നു, തിരികെ വരും. വിശ്വാസത്തിലേക്ക് ഓരോ നിമിഷവും നമ്മെ പുനരാനയിക്കുന്ന ഒരാളാണ് ദൈവം. ദൈവം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ വരുന്നുണ്ട്. അവൻ നമ്മെ കാത്തിരിക്കുന്നു. വിശുദ്ധ കുർബാന അത്തരമൊരു അനുഭവമാണ്. ജീവിതത്തിന്റെ ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് ജീവിത സുരക്ഷിതത്വം തേടി തിരികെ പോകുന്ന മനുഷ്യനെ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് പുനരാനയിക്കുകയും തന്റെ സാന്നിധ്യാനുഭവം കൊണ്ട് ജീവിതത്തെ ക്രിസ്തോന്മുഖമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരാളെ നമുക്കവിടെ കണ്ടുമുട്ടാൻ പറ്റും. വിശ്വാസത്തിന്റെ വഴി സ്ഥിരമായി സ്ഥായീഭാവമായി ഒരേ നിലയ്ക്ക് തന്നെ മുമ്പോട്ട് പോകുന്ന കാര്യമല്ല. വ്യക്തിപരമായൊരു കാര്യം ഞാൻ പറയാം. ജനിച്ച 7-ാം ദിവസം മാമോദിസ കിട്ടിയ ഒരാളാണ് ഞാൻ. മാമോദിസ കിട്ടി 12 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ ജീവിതത്തെ മുഴുവൻ വിശ്വാസത്തിന് വേണ്ടി അർപ്പിക്കണമെന്ന ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഞാൻ കണ്ട അനുഭവങ്ങളുടെ കപടമുഖങ്ങൾ, കുടുംബത്തിന് വരുന്ന അസാധാരണമായ വിപരീതാനുഭവങ്ങൾ, അവയൊക്കെ ദൈവത്തിൽ നിന്ന് അകലാൻ, അല്ലെങ്കിൽ ക്രിസ്തു സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം എൻ്റെ കുഞ്ഞു മനസ്സിനെ ബാധിച്ചു. അമ്മയും 6 മക്കളും പ്രാർത്ഥനയിലാണ്, നിരന്തരം പ്രാർത്ഥനയിൽ. വിശുദ്ധ കുർബാനയിലും നവനാളുകളിലും കുടുംബ പ്രാർത്ഥനയിലുമൊക്കെ സജീവമായ പങ്കാളിത്തം. ജീവിതത്തിന് രക്ഷാകേന്ദ്രമായി ദൈവം മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തോടുള്ള ജീവിതമാണ്. അപ്പൻ മാത്രമാണ് വിശ്വാസത്തിൽ കാര്യമായി ഉറപ്പില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അതിലൊന്നും മാനിക്കാത്ത ഒരാൾ. കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതായി ദുസ്സഹമായി മാറുന്നൊരു ഘട്ടത്തിൽ എൻ്റെ ഉള്ളിൽ ഉയർന്നൊരു ചോദ്യം, ദൈവമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഈ ദുരനുഭവങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകേണ്ടതല്ലേ? കാര്യം ഞാൻ ഇടമറുകിന്റെ പുസ്തകമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവം ഇല്ല എന്നൊരു തോന്നലിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ അതിലേക്കൊക്കെ എന്നെ നയിക്കുന്ന സാഹചര്യം കുടുംബ പശ്ചാത്തലമാണ്. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയേറെ ദൈവത്തോട് ഒട്ടി നിന്നിട്ടും, ദൈവം കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഈ ദുരന്താനുഭവങ്ങൾ? സാമാന്യമായി ദാരിദ്ര്യമുണ്ട്. ഓലമേഞ്ഞ് ചോർന്നിരിക്കുന്ന പുരയ്ക്കകത്താണ് താമസം. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റുള്ളവരെ പോലെ ഒന്നും ആകാൻ കഴിയാത്ത ജീവിത പരിതസ്ഥിതികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നുമല്ല എൻ്റെ ചോദ്യമായിട്ട് മാറി. ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. അതിന് മറ്റു പല കാര്യങ്ങളും ഘടകങ്ങളും ഉണ്ടാകാം. പക്ഷേ സമാധാനം നൽകാൻ ദൈവത്തിന് കഴിയേണ്ടത്, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയേണ്ടതിന്റെ പിതാവിൻ്റെ ഏറ്റവും ദുഷിച്ച പ്രവൃത്തികൾ, നിരന്തരം കലഹം, ഭീതിജനകമായ കുടുംബ സാഹചര്യം, അതിൽ നിന്നൊരു മോചനം നൽകാൻ ദൈവത്തിന് കഴിയേണ്ടതല്ലേ? ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യഹൃദയങ്ങളിൽ ഒരു സമാധാനം നൽകാൻ കഴിയും വിധമെങ്കിലും ദൈവം പ്രവർത്തിക്കാത്തത്? അപ്പോൾ ഈ ദൈവം കഴിവില്ലാത്ത ദൈവം. പിന്നെയുള്ള മാർഗം എന്താണ്? പിന്നെയുള്ള മാർഗം ഇങ്ങനെ പ്രശ്നക്കാരായവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അവർ നീങ്ങിപ്പോയാൽ സമാധാനം കിട്ടുമെന്നുള്ളതാണ് മാനുഷികമായ യുക്തി കൊണ്ട് നമുക്ക് തോന്നാവുന്ന കാര്യം. അവിടെ വെച്ചാണ് ദൈവം കൂടെയില്ല, ദൈവമില്ല എന്നൊരു ചിന്തയിലേക്ക് ഞാൻ വരുന്നു. പക്ഷേ നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ എന്നെ തേടി കർത്താവ് വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു. ഒരു ധ്യാനാവസരത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുശ്രൂഷയിലോ അല്ല. കർത്താവ് നമ്മെ തേടി വരുന്നത് ഏത് നിമിഷവുമാകാം. അവൻ കൂടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യവും
അവൻ കൂടെ ഇല്ല എന്നത് നമ്മുടെ തോന്നലാണ്. ഈ തോന്നലിനെ മറികടക്കാൻ ഇടയാക്കുന്ന വേദി, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തെ ജീവിതത്തിനകത്ത് അനുഭവപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും സവിശേഷമായ ഒരു കൂദാശയാണ് പരിശുദ്ധ കുർബാന. കുർബാനയാണ് വഴിതിരിച്ചതെന്ന് പറയാം, പലതരത്തിൽ. അതൊരു തരത്തിലല്ല. എറണാകുളത്ത് ബസിലിക്ക പള്ളിയുടെ മുമ്പിലുള്ള ആരാധനാ മഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തി സഹോദരനോടൊപ്പം ചെന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഹൃദയത്തിലില്ല. ഞാൻ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുക. വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ട ഒരു വിശ്വാസ വഴി തിരികെ പിടിക്കാമെന്നോ, ജീവിതം മരണം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പ്രാർത്ഥിക്കാമെന്നോ എന്നൊന്നും ഹൃദയത്തിലില്ല. ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നത് മരണം സ്വാഭാവികം, മനുഷ്യനൊരു പ്രതിഭാസമാണ്, ജനിക്കും മരിക്കും, തകര മുളച്ചു പൊന്തി കരിയുന്നത് പോലെ. അത്രേ ഉള്ളൂ. എത്രയോ പേർ മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. എത്രയോ പേർ മരിക്കുന്നു, പലരും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. ഇതിങ്ങനെ തുടർക്കഥയാണ്. മനുഷ്യൻ ജനിച്ചാൽ മരിക്കും. അതുകൊണ്ട് സഹോദരനോടൊപ്പം ദേവാലയത്തിൽ പോകാൻ തന്നെ ഇടയായത് സഹോദരനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. മരണത്തോടൊത്തൊരു സമയത്ത് ജീവിതത്തിന് അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്ന ഒരാൾ ഇനിയും ലോകത്തോട് കലഹിക്കേണ്ടതില്ല. എല്ലാവരെയും അനുസരിക്കാം, എല്ലാവരോടും സന്തോഷത്തിലും സമാധാനത്തിലും വർത്തിക്കാം, അങ്ങനെ കടന്നു പോകാം എന്ന് കരുതുന്ന സാമാന്യ യുക്തി മാത്രമേ അതിൻ്റെ പുറകിലുള്ളൂ. പക്ഷേ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അകമേ ഒരു ചോദ്യം: എന്താണ് നീ നോക്കുന്നത്? എൻ്റെ തന്നെ സംസാരമാണ്, ഞാൻ പറയുന്നു, ചുമ്മാ, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. അപ്പോ വീണ്ടും ആ സംസാരം ഞാൻ കേട്ടു: നിനക്ക് വേണമെങ്കിൽ എടുത്ത് ഭക്ഷിക്കാം, അല്ലെങ്കിൽ എന്നെ പുലഭ്യം പറയാം. നീ എന്നെ സ്തുതിച്ചാലും, നീ എന്നെ നിരാകരിച്ചാലും, അപഹസിച്ചാലും, നീ എന്നെ എടുത്ത് ഭക്ഷിച്ചാലും എനിക്ക് നിന്നോട് ഒരേ ഭാവമേ ഉള്ളൂ. ഞാൻ നിനക്ക് ജീവൻ നൽകുന്ന അപ്പമാണ്. ഞാനതങ്ങനെ കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു. സമയമേറെ കടന്നുപോയി. സഹോദരൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇവനെ സുഖപ്പെടുത്തണം, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. അദ്ദേഹം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഞാൻ അങ്ങനെ തന്നെ നിൽക്കാം. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. രണ്ട് കാര്യമാണ്: ഒന്ന് ഈ സംഭാഷണത്തിലാണ്, രണ്ടാമത് എനിക്ക് മുട്ടുകുത്തിയാൽ പിന്നെ എഴുന്നേൽക്കാൻ കഴിയില്ല. രണ്ട് കിഡ്നിയും ഫെയിലിയറായി ശരീരമാകെ നീര് വന്ന് വീർത്ത ഒരാൾ മുട്ടുകുത്തിയിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എന്നെ ചെവിട്ടി വന്ന് പറഞ്ഞ് പോകാം. ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ വയ്യ. അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇങ്ങനൊരു ജീവിത സാഹചര്യത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എന്നത് നഷ്ടപ്പെടാത്ത ഒന്നാണെന്നും അവൻ ജീവൻ നൽകുന്ന ഭക്ഷണമായി മാറുന്ന, നിനക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഒരാളാണെന്നും ഒരു ബോധം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ തിരികെ നടപ്പ് ആരംഭിക്കുന്നു. പിന്നീട് വിശുദ്ധ കുർബാനയെ വെച്ച് തന്നെയാണ് കയ്യിലുണ്ടായിരുന്ന ആണി, കാലിലൊക്കെ വരുന്ന പോലെ കയ്യിൽ വന്നിരുന്ന ആണി, ശില്പിയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് കയ്യിൽ ഉളിയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആണികൾ, 5 ആണികൾ അടന്നു പോകും. അത് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് കപ്പൽ വെള്ളിയിച്ച് കുർബാന മധ്യേ കൗദാശിക വചനങ്ങൾ ഉരുവിടുന്ന സമയത്ത് കയ്യിലെ ആണികൾ അടർന്നു പോകുന്നു. വിശുദ്ധ കുർബാനയ്ക്കകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നാം കാണാത്തൊരു ലോകം നമ്മോടൊപ്പമുണ്ട്. നേരിട്ട് കാണാൻ കഴിയാത്ത ഒരാൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിയത് അവിടെ വെച്ചാണ്. ഇനി തുടർച്ചയായി ദൈവം കൂടെ വരുന്ന അനുഭവങ്ങളിലൂടെ നടന്നകന്നു പോയ വഴിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ, പ്രത്യാശയിലേക്ക് തിരികെ കൊണ്ടുവരാൻ, സമാധാനം ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കാൻ, നീ ലോകത്ത് നേരിടുന്ന പ്രതികൂലങ്ങളൊന്നുമല്ല നിന്റെ ജീവന്റെ ആത്യന്തികത, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും നിന്റെ ജീവിതത്തിന്റെ വഴിയും
ക്രിസ്തുവാണെന്ന് ബോധ്യപ്പെടുത്താൻ അവിടുന്ന് കാട്ടിത്തന്ന മാർഗങ്ങൾ. ഞാനിത് പറയുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം. പലപ്പോഴും ആളുകൾ പറയുന്നത് പ്രാർത്ഥിച്ച് ഇതൊക്കെ പരിഹരിക്കണമെന്നാണ്. പ്രാർത്ഥിച്ച് നേരിട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകിൽ കെട്ടിവെക്കുന്നതാണ് പൂർവികരുടെ ശാപമാണ്, പൂർവികരുടെ പാപമാണ് ഈ കുഴപ്പങ്ങൾക്ക് കാരണം. അങ്ങനെ വന്നാൽ അതൊക്കെ ശരിയായി വരണ്ടേ ഇത് ശരിയാവാൻ? ഇങ്ങനെ നമ്മുടെ യുക്തികൾ കൊണ്ട് നാം കണ്ടെത്തുന്ന പലയിടങ്ങളിലേക്കും ദൈവത്തെ നമ്മൾ മാറ്റി പ്രതിഷ്ഠിക്കും. വാസ്തവത്തിൽ അവൻ കൂടെയുണ്ട്. നിരാശാജനകമായ, തകർന്നു പോകുന്ന, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഏത് ഘട്ടത്തിലും ദൈവം കൂടെയുണ്ട്. ആ കൂടെയുള്ളവനിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ബലം പ്രാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യെശയ്യാ പ്രവചനത്തിൽ 49 അധ്യായത്തിൽ 7 മുതൽ 13 വരെ തിരുവചനങ്ങളിൽ കർത്താവ് ഇസ്രായേലിനോട് പറയുന്ന കാര്യം യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. നീ വെറുക്കപ്പെട്ടവനും നിന്ദിനുമാണ്. എല്ലാവരും നിന്നെ കൈവിടുന്നു, പക്ഷെ ഞാൻ നിന്നെ കൈവിടില്ല. ഞാൻ നിന്നെ കൂടെ വരുന്ന ദൈവമാണ്. നീ എന്നെത്ര അപമാനിതനാണോ, നീ എത്ര തള്ളപ്പെട്ടവനാണോ, പക്ഷെ നിന്റെ മുമ്പിൽ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും, നിന്നെ ബഹുമാനിക്കും. കർത്താവിന്റെ വാക്കുകൾ ഇസ്രായേലിന് വിശ്വാസമൊന്നും ആകുന്നില്ല. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവനോട് വെളിച്ചത്ത് വരാനും ഞാൻ പറയും. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകൾ അവർക്ക് ഭക്ഷണം നൽകുന്ന കേന്ദ്രങ്ങളായിട്ട് മാറും. ഇങ്ങനെ തന്റെ സംരക്ഷക കവചം കൂടെ ഉണ്ടെന്നും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല. സിയോൻ അപ്പോഴും പരിതപിക്കുക, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമ്മുടെ മാനുഷിക യുക്തികൾ കൊണ്ട് ദൈവത്തിന്റെ ലക്ഷ്യത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും അളക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പരിതാപാവസ്ഥയിൽപ്പെട്ടു പോകുന്നത്. ഒരു ദിവസത്തെ അസ്തമയം ഒരു പുലരിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഭൗതിക ജീവിതത്തിലുണ്ടാകുന്ന പരിമിതികളും തകർച്ചകളുമൊക്കെ, നാം നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ഒരു ദൈവിക ലക്ഷ്യമുള്ള കാര്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ അതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഒരുപക്ഷെ ശാരീരികമായ പരിമിതികൾ വന്ന് മരണത്തെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ന ബലത്തിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ കഴിയില്ലായിരുന്നു. ആ രോഗാവസ്ഥ എന്നെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം, നീ വെറും നിസ്സാരനാണെന്നാണ്. എവിടെ നാം ലഘുവാകുന്നുവോ അവിടെ മാത്രമേ ദൈവം ഗുരുവായിട്ട് വരും. എന്റെ ആശ്രയ കേന്ദ്രങ്ങളായിരുന്ന സമ്പത്തും എന്റെ ആദർശവും ഞാൻ എന്ന് കരുതിയിരുന്ന എന്റെ ശാരീരികതയുടെ ബലവും എന്റെ കഴിവുകളും ഒക്കെ നിഷ്പ്രഭമാകുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ച് മാത്രമേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തൊരു സ്ഥലത്ത് വെച്ച് മാത്രമേ ദൈവത്തിന് തന്നെ വെളിപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ട് ജീവിതാവസ്ഥയ്ക്കകത്ത് ഉണ്ടാകുന്ന പരിമിതികളെ ദൈവം വെളിപ്പെടുന്നൊരു സാഹചര്യമായി തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടല്ല, ഈ പ്രതിസന്ധികൾക്കകത്ത് ദൈവമുണ്ട് എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റണം. സൗഖ്യവും സുഖവും സമാധാനവും സന്തോഷമൊക്കെ ഉള്ള സമയത്ത് ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് സ്വാഭാവികമായി സാധിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം നടന്നു, ദൈവത്തിന് നന്ദി, ദൈവം കൂടെ ഉണ്ട്. പക്ഷേ കാര്യം നടക്കാത്തപ്പോഴും ജീവിതം പ്രതിസന്ധിയിലാകുമ്പോഴും ആരുമില്ലാതായി പോകുമ്പോഴും അവൻ കൂടെ ഉണ്ടെന്ന ബോധ്യം ഉണ്ടാവണം. നീ എവിടെയായിരിക്കുമ്പോഴും, കുരിശിലായിരിക്കുമ്പോഴും, നീ കുഴിക്കകത്തായിരിക്കുമ്പോഴും, നീ ഏത് പാതാളത്തിലാണെങ്കിലും നിന്റെ കൂടെ ദൈവമുണ്ട്. ഈ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനായി വിശ്വാസം വളരണം. ആ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കുർബാനയിൽ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാനയിൽ നാം കേവലമായ ഒരു ആചാരമായിട്ടോ അനുഷ്ഠാനമായിട്ടോ മാത്രം കുർബാനയെ കാണുമ്പോണ്ടാകുന്ന കുഴപ്പമാണത്. ചെല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നു, പങ്കുചേരുന്നു. പക്ഷേ ഹൃദയപരമായി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരുവനെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുന്ന കൗദാശികമായ അടയാളത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ ജീവിതത്തിനകത്ത് മരണം എങ്ങനെയാണ് ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും മഹത്തായ ശക്തിയായി പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളുന്നതെന്നും പരിശുദ്ധാത്മാവിൽ നമ്മെ നിറയ്ക്കുന്നതെന്നും തിരിച്ചറിയുന്ന ഒരു അനുഭവമായി കുർബാന മാറാത്ത കാലത്തോളം കുർബാനയിൽ നിന്നൊന്നും കണ്ടെടുക്കാൻ നമുക്ക് കഴിയില്ല. പരിതാപങ്ങളും പരിഭവങ്ങളുമായി ജീവിതത്തിന് നഷ്ടങ്ങളെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരിക്കലും നമ്മുടെ മുമ്പിലുള്ള കാഴ്ചകൾ വ്യക്തമാകില്ല. ആ കണ്ണൊന്ന് തുടച്ച് സങ്കടങ്ങളുടെ ഈ കെട്ടിൽ നിന്ന് പുറത്തു കിടന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും
ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരുവൻ എന്നോടൊപ്പമുണ്ടെന്നും ഹൃദയതലത്തിൽ ഉറപ്പിക്കാൻ കഴിയണം. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റണം. വിശ്വാസത്തിന് തടസ്സമായിട്ടുള്ളത് എന്താ? അത് നമ്മുടെ മനസാക്ഷിയാണ്. ഹെബ്രായർ ലേഖനം അത് പറയുന്നുണ്ട്. ഹെബ്രായർ ലേഖനം പറയുന്നത് നിങ്ങളുടെ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് മുമ്പ് ബോധ്യങ്ങളാണ് നമ്മളെ നയിക്കുക. ആ ബോധ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വിശ്വാസത്തിനെതിരായിട്ട് മാറും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചരിക്കുന്ന വിശ്വാസ വഴി സത്യത്തിന് വിരുദ്ധമായി മാറിപ്പോകാം. സൗൾ ദൈവവിശ്വാസിയായ മനുഷ്യനാണ്. യഹൂദ മതാചാരപ്രകാരം ജീവിക്കുന്ന, വചനമറിയാവുന്ന, കൽപ്പനകൾ പഠിച്ച ഗമാലിയലിന്റെ ശിഷ്യനായ ഒരുവൻ. ക്രിസ്തു ദൈവദൂഷകനാണെന്ന ബോധ്യത്തോടെ ജീവിച്ച ഒരാൾ. അതുകൊണ്ട് ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കുന്നവരെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നയാൾ. ഒന്ന് ഓർത്തു നോക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സഹോദരങ്ങളായി കാണേണ്ടവരെ ശത്രുക്കളായി കാണാനും തങ്ങളുടെ മാർഗത്തെ ദുഷിപ്പിക്കുന്നവരായതുകൊണ്ട് കൊന്നുകളയാനും തീരുമാനമെടുക്കുന്ന, 5-ാം കൽപ്പന ലംഘിക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള സാവൂളിനെയാണ് വഴിക്ക് വെച്ച് കർത്താവ് പിടിക്കുന്നത്. സാവൂൾ അന്വേഷിച്ചിട്ടല്ല. പക്ഷെ ജീവിതത്തിന്റെ ഈ പ്രയോഗ വഴിയിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വഴിയിൽ ദൈവം അവനെ കൈവിടുകയല്ല ചെയ്യുന്നത്, അവനെ പിടിക്കും. ഈ കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും. ദൈവമില്ലെന്ന് പറയുന്നവരും ദൈവനിഷേധകരും കർത്താവിനെതിരായി പ്രവർത്തിക്കുന്നവരും സഭയെ ദ്രോഹിക്കുന്നവരുമായവരൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുമെന്നൊരു പ്രത്യാശ നമുക്ക് ഉണ്ടാകണം. സാവൂളിനെ പിടിച്ച ദൈവമാണ്. സാവൂളിനെ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ പിടികൂടുമ്പോൾ അവന്റെ പ്രവൃത്തി ക്രിസ്തുവിരുദ്ധമാണ്, ദൈവനിഷേധമാണ്. അവൻ പോലും അറിയാതെ വിശ്വാസമെന്ന് ചുമക്കുന്ന ഭാണ്ഡം ക്രിസ്തു നിഷേധത്തിൻ്റെതായി, ദൈവനിഷേധത്തിൻ്റെതായി മാറുന്നത്, സ്നേഹം നിരാകരിക്കുന്നതിൻ്റെതായി മാറുന്നത് അയാൾ പോലും അറിയുന്നില്ല. ആ സമയത്ത് ആ പിടികൂടും. എന്നിട്ട് അന്യാസിനോട് പറയുന്നുണ്ട്, ഇവൻ എനിക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. ആ സാവൂൾ പൗലോസായി മാറുമ്പോൾ അയാളുടെ മനസാക്ഷി കഴുകപ്പെട്ടു. മനസാക്ഷി കഴുകപ്പെട്ടു. അയാൾ ക്രിസ്തു അനുയായി മാറുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരാളായി മാറും. കൊല്ലാൻ നടന്നയാൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസത്തിൽ വ്യതിചലനം ഉണ്ടാകുന്നു, വീണു പോകുന്നു, കഷ്ടതകളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നു, ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു, സ്വന്തം യുക്തിയുടെ പിന്നാലെയൊക്കെ നമ്മൾ പോകാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മെ കൈവിടില്ല. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ ഈ അപജയം ഉണ്ടാകുമ്പോൾ അത് കണ്ട് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഓർക്കണം, ഇങ്ങനൊരു വഴിയുണ്ട്. അത് ദൈവത്തിന്റെ വഴിയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെ കൈവിടുകയാണ് വേണ്ടത്, അവരെ ചുമന്നുകൊണ്ട് നടക്കാറില്ല. നമ്മൾ പലരെ മാനസാന്തരപ്പെടുത്താനായി നിരന്തരം അവരുടെ പുറകെയാണ്. ആ യുദ്ധമല്ല വേണ്ടത്. സംയമനത്തോടെ, വിശ്വാസത്തിന്റെ ദൃഢതയോടെ ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്കിങ്ങനെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ക്രിസ്തുപക്ഷത്തേക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെടും. എങ്ങനെയാണ് ക്രിസ്തുപക്ഷത്തേക്ക് ചേരാൻ പറ്റുക? ക്രിസ്തുവുള്ള വിശ്വാസത്തെ ഉറയ്ക്കാൻ പറ്റുക? നിരന്തരം മനസാക്ഷിയെ വിശുദ്ധീകരിക്കുന്നവരായി മാറാം. ഹെബ്രായർ 10:22 പറയാണ്, സത്യഹൃദയത്തോടെ ക്രിസ്തുവിനെ സമീപിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് മോചനം ഉണ്ടാകണം. നമ്മുടെ ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് കഴുകി, ശരീരം ശുദ്ധജലത്താൽ കഴുകി വീണ്ടെടുത്ത കൂദാശയാണ് മാമുദീസ. ആ മാമുദീസ അനുഭവപ്രദമാകുന്നത് നിരന്തരമുള്ള മനസാക്ഷിയിലെ നവീകരണം വഴിയാണ്. മാമുദീസയിൽ സംഭവിച്ച കാര്യമാണ്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നമ്മുടെ ശരീരം നിർമ്മലമാക്കി, അങ്ങനെ നാം ക്രിസ്തുവിലായി തീർന്നു, യേശു നമ്മിൽ വസിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിക്കുന്നു. ഈ പരമാർത്ഥത്തിൽ തുടരണമെങ്കിൽ നിരന്തരം നമ്മുടെ മനസാക്ഷിയെ നാം വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസാക്ഷിക്കകത്ത് ലോകത്തിന്റെ യുക്തികൾ പലതും കടന്നുകൂടും. അങ്ങനെ ലോകത്തിന്റെ യുക്തികൾ നമ്മുടെ മനസാക്ഷിയിൽ കടന്നുകൂടുമ്പോൾ ആ മനസാക്ഷി ദുഷ്ടമനസാക്ഷിയാകും. വിശ്വാസത്തിൽ വ്യതിചലനം ഉണ്ടാകുന്ന മനസാക്ഷിയിൽ അശുദ്ധി ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് ചുറ്റും അന്ധകാരമാണെന്നും ജീവിക്കാൻ നിർവാഹമില്ലെന്നും കരുതി ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും ഒക്കെ നമ്മൾ വീണു പോകുന്നു.
അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായ പ്രവൃത്തികളിലേക്ക് വീണുപോകുന്നു. മനസാക്ഷിയെ വിശുദ്ധീകരിക്കണം. നമ്മുടെ മനസാക്ഷിക്കകത്ത് ലോകത്തിന്റെ വചനങ്ങൾ കയറുന്നുണ്ട്. ഈ ലോകം നമ്മുടെ മനസാക്ഷിയെ ദുഷിപ്പിക്കുന്നു. യേശു പറയുന്നു യഥാർത്ഥ സമ്പത്ത് പരിശുദ്ധാത്മാവാണെന്ന്. അപ്പൊ ലോകത്തിന്റെ മനസാക്ഷി നമ്മോട് പറയും അല്ല, യഥാർത്ഥ സമ്പത്ത് ലോകത്തിലുള്ളതാണ്. ഇത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്നതാണെന്ന് ക്രിസ്തു പറയും. ലോകം പറയും ഇതങ്ങനെ നശിച്ചു പോകുന്നതല്ല. നിങ്ങളുടെ ജീവിതം നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടതാണെന്ന് ക്രിസ്തു പറയും. അപ്പോ ലോകം പറയും ഇവിടെ എങ്ങനെയെങ്കിലും നിലനിൽക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. സാമാന്യമായി ലോകമനസാക്ഷിയുടെ കാര്യങ്ങൾ നമ്മുടെ അകത്ത് കയറുമ്പോൾ ജീവിതത്തിന്റെ രക്ഷ സാമ്പത്തികമായ വിജയമാണെന്ന് നമ്മുടെ മനസാക്ഷിയിൽ എഴുതപ്പെടും. അവിടെ വെച്ചാണ് നിത്യരക്ഷയായ ക്രിസ്തുവിനെ കൈവിടുകയും സമ്പത്തിൽ നാം ആശ്രയിക്കുകയും ചെയ്യുന്നത്. സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ നമ്മെ അലട്ടുന്നതും പിടികൂടുന്നതും നമ്മെ തകർക്കുന്നതും നിത്യരക്ഷയായ ക്രിസ്തുവിനെ നമ്മൾ കൈവിട്ടു പോകുമ്പോഴാണ് മനസാക്ഷിക്കകത്ത് സമ്പത്ത് പ്രധാനപ്പെട്ട കാര്യമായി കടന്നുകൂടുന്നു. അധികാരം പ്രധാനപ്പെട്ട കാര്യമായിട്ട് കടന്നുകൂടുന്നു. വിശ്വാസത്തിലാണ്. അതേസമയം മനസാക്ഷിക്കകത്ത് ഈ പറഞ്ഞ അധികാരമാണ് പ്രധാനപ്പെട്ടത്. അധികാരം ഏറ്റവും നല്ലതാണ്, പ്രശസ്തി നല്ലതാണ്, സുഖമാണ് വേണ്ടത് എന്ന ചിന്തകൾ നമ്മുടെ മനസാക്ഷിയെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നാം അസഹിഷ്ണുക്കളായി മാറുന്നു, അസ്വസ്ഥരായി മാറുന്നു, പ്രതികൂലങ്ങളിൽ തട്ടി വീഴുന്നു. നാം ക്രിസ്തുവിനെ കാണുന്നില്ല. നിന്റെ ജീവിതത്തിൽ നിന്റെ അധ്വാനങ്ങൾ നിഷ്ഫലമായി പോകുന്ന ഏത് പ്രതിസന്ധികൾക്കകത്തും കൂടെ വരുന്നൊരു കർത്താവിനെ കാണുന്നതിന് പകരം ലോകയുക്തികൾ മനസാക്ഷിയെ ഭരിക്കാൻ തുടങ്ങും. അപ്പൊ മനസാക്ഷി നിരന്തരം കഴുകി പ്രാർത്ഥിക്കണം. കഴുകപ്പെട്ട മനസാക്ഷിയാണ്. മാമോദീസയിൽ കഴുകപ്പെട്ടതാണ്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതാണ്. പക്ഷെ നിർമ്മല മനസാക്ഷി പലപ്പോഴും കളങ്കിതമാകും. കാരണം നാം ഈ ലോകത്താണ് ജീവിക്കുന്നത്. ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മനസാക്ഷിയെ ഭരിക്കാൻ തുടങ്ങും. ഇപ്പോൾ മനുഷ്യനെ കാണുന്നതിന് പകരം സമ്പത്തിനെ പ്രധാനമായിട്ട് കാണും, വസ്തുക്കളെ പ്രധാനമായിട്ട് കാണും, സ്വന്തം താല്പര്യങ്ങളോടേക്ക് പോകും, അവനവന്റെ യുക്തികൾ ഭരിക്കും. മനസാക്ഷി ഇങ്ങനെ ദുർബലമാവുകയും കളങ്കിതമാവുകയും ചെയ്യുന്ന സമയത്ത് ക്രിസ്തു കൂടെയുള്ളത് കാണാൻ നമ്മുടെ അകക്കണ്ണിന് കഴിയില്ല. അതുകൊണ്ടാണ് ജീവിത പ്രതിസന്ധികൾക്കകത്ത് നാം വീണു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് അവിടെ ഉണ്ട് എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. എന്റെ പ്രവൃത്തികളും എന്റെ ചെയ്തികളും കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചായി മാറേണ്ടതുണ്ടെന്നും എന്റെ ജീവിതം കർത്താവിന്റെ നിയോഗമാണെന്നും ഞാൻ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും കേവലം മാനുഷികതയിലല്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത്, അത് ക്രിസ്തുവിൽ പ്രകാശിതമാകേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യണമെങ്കിൽ മനസാക്ഷി നിർബലമാകണം. ഹെബ്രായർ 9:14 പറയുമെങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണങ്ങളെ അതിന്റെ നിർജീവ പ്രവൃത്തിയിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഈ വിശുദ്ധീകരണ അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിന്റെ നയനങ്ങൾ തുറക്കുകയും വിശ്വാസത്തോടെ നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്കകത്തുള്ള കർത്താവിനെ കണ്ടുമുട്ടാനും കഴിയുന്നത്. അവിടെ നിന്ന് നമുക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിപ്പുണ്ട്. കർത്താവിൽ അപ്രകാരം ഒരു ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ നിരന്തരമായ പ്രാർത്ഥന ആവശ്യമുണ്ട്. മനസാക്ഷിയെ നവീകരിക്കണം. നവീകരിക്കപ്പെട്ടതല്ലേ പിന്നെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞവര് കാൽപാദം കഴുകണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞതാണ്, പക്ഷേ ഈ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ കാൽപാദങ്ങളിൽ അഴുക്ക് പുരളാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിത നടപടികൾ ഈ പറഞ്ഞ അഴുക്കിൽ പുരണ്ടതായി മാറാൻ, കളങ്കിതമായി മാറാം. നിരന്തരം നാം പരിശോധിക്കണം. മാമോദീസ എന്ന് പറയുന്നത് ഒരു അണൻഡിങ് പ്രോസസ്സാണ്. ജീവിതത്തിന്റെ അന്ത്യം വരെ ജീവിതത്തിൽ ഉടനീളം വിശ്വാസപക്ഷത്ത് നിലയുറപ്പിക്കാൻ, ശുദ്ധ മനസാക്ഷിയോടെ മുൻപോട്ട് പോകാൻ, ജീവിത വിശുദ്ധിയോടെ മുൻപോട്ട് പോകാൻ വേണ്ടി വിളിക്കപ്പെടുകയാണ്. അവിടെ എവിടെയാണ് പിഴവെന്ന് നിരന്തരം പരിശോധിക്കാനും കഴുകാനും നമുക്ക് കഴിയണം. പാപികളാണ് എന്നൊരു അധമബോധത്തിലേക്കല്ല, പാപത്തിന്റെ സാഹചര്യങ്ങളും പാപകരമായ ലോകവും നമുക്കൊപ്പമുണ്ട്. ക്രിസ്തുവിൽ നമ്മെ അകറ്റുന്നവയെ നിരന്തരം പരിശോധിച്ച് ക്രിസ്തുവിൽ ചേർന്ന് നിന്ന് ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ നമുക്ക് കഴിയണം. അവിടെ പാപികൾ എന്നത് ക്രിസ്തുവിൽ നിന്നുള്ള അകലമായിട്ട് തിരിച്ചറിയണം. അതല്ലാതെ കേവല പ്രവൃത്തികളിൽ ഈ പാപങ്ങളെ കൊണ്ട് തുളച്ചിടരുത്. നമ്മുടെ ജീവിതം ക്രിസ്തുവുമായി അകലുന്നത് എവിടെ വെച്ചാണെന്ന് തിരിച്ചറിഞ്ഞ് പരിശോധിക്കാൻ മനസാക്ഷി നിർമ്മലമാകണം. ആ നിർമ്മല മനസാക്ഷിയോടെ വിശുദ്ധ വിചാരത്തോടെ വചനം മനസാക്ഷിയായി മാറുന്ന ദൈവിക പ്രേരണകളെ തിരിച്ചറിയാനും ആ പ്രേരണകൾക്കനുസരിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളോട് പ്രത്യുത്തരിക്കാനും കഴിയും വിധം
ഉറപ്പുള്ളൊരു മനസാക്ഷി നമുക്കുണ്ടാകാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. പരിശുദ്ധമ്മയ്ക്ക് ആ മനസാക്ഷി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ കഴിഞ്ഞത്. നമുക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളോട് ഇതാ കർത്താവിന്റെ ദാസി അഥവാ ദാസൻ എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് ജീവിതത്തിൽ ഈ മനസാക്ഷിക്കകത്ത് ഈ അശുദ്ധികൾ കടന്നുകൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് ലോക മനസാക്ഷിയിൽ നിന്ന് യഥാർത്ഥ മനസാക്ഷിയിലേക്ക്, നിർമ്മല മനസാക്ഷിയിലേക്ക് പുരോഗമിക്കാൻ നിരന്തരം നാം മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ തകർച്ചകളെയും പതർച്ചകളെയും കണ്ട് നമ്മൾ ഇടറിപ്പോകരുത്, അസ്വസ്ഥരാകേണ്ടതില്ല. അസ്വസ്ഥരാകുക സ്വാഭാവികമാണ്. അതിനെ മറികടക്കാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നൊരു കാര്യം ഓർക്കണം. ജീവിതത്തിലെ ഏതവസ്ഥയിലാണെങ്കിലും, പാപകരമായതോ മോശപ്പെട്ടതോ ആയ ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് നമ്മെ കൈവിട്ടിട്ടില്ല. ഒരാളെയും കൈവിടുന്നവനല്ല കർത്താവ്. കാരണം കർത്താവ് നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അത് നമ്മുടെ അർത്ഥന മൂലമല്ല, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം നമ്മെ രക്ഷിക്കുന്നവനാണ്. ശിക്ഷിക്കുക എന്നതല്ല അവിടുത്തെ ഇഷ്ടം. നിത്യവിധിയിൽ ശിക്ഷയിൽ ഏർപ്പെടാതിരിക്കാൻ, കർത്താവിനെ ജീവിതത്തിൽ അനുഭവിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയണം. അതിന് നിരന്തരമായി ക്രിസ്തുവിലേക്ക് തിരിയാൻ, മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മല മനസാക്ഷിയോടൊത്ത് അനുഗമിക്കാൻ ആത്മാവിന് നിരന്തര സഹവാസം നമ്മോടൊപ്പമുണ്ട്. മാമോദീസയിൽ നൽകപ്പെട്ട വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇത്തരത്തിൽ ഹൃദയപരമായ നൈർമല്യത്തോടെ ക്രിസ്തുവിനെ തിരിച്ചറിയാനും അനുഭവിക്കാനും നമുക്കേവർക്കും ഇടയാകട്ടെ. ജീവിത പ്രതിസന്ധികൾ തകർച്ചയായി കാണാതെ, അവസാനമായി കാണാതെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.